ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യണമോ അതോ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണമോ? ഷുഡ് യു വെയിറ്റ് ഓർ മൂവ് ഓൺ ഫ്രം ദിസ് റിലേഷൻഷിപ്പ്? ഫസ്റ്റ് തന്നെ നമുക്കൊരു അഡ്വൈസ് ആണ് കിട്ടുന്നത്. അതായത് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യുക. ബുദ്ധിപൂർവ്വം നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ. മേ ബി ഇത് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒത്തിരി എന്താണ് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ പാസ് ചെയ്യുന്നുണ്ടാവാം. ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഉള്ളതായിട്ട് കാണുന്നു. നിങ്ങൾ രണ്ടുപേരല്ലാണ്ട് മറ്റൊരു വ്യക്തി കൂടി ഈ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻറ്റ്യൂട്ടീവ്ലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻസ് എന്താണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സാലെ എന്താണ് ഈ ഒരു സമയത്ത് തോന്നുന്നത്, ആ ഒരു രീതിയിൽ നിങ്ങൾ ബുദ്ധിപൂർവമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചൂസ് ചെയ്യുക. പലരും പല രീതിയിലും നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവാം. പല അഭിപ്രായങ്ങളും നിങ്ങളിൽ വരുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നത് വളരെ പ്രോപ്പറായിട്ടുള്ള ഡിസിഷനാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക. ഓക്കെ. ആൻഡ് യെസ്, ഒരുപാട് നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഈ സങ്കടം ആരും അറിയുന്നില്ല. നിങ്ങൾക്ക് ആരോടും ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല. ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾ ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട്. ഓക്കെ, ഉറക്കെ കരയാൻ പോലും നിങ്ങൾ കഴിയാതെ സഫർ ചെയ്യുന്നുണ്ട്. സൈലന്റ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒരുപാട് കരയുന്നുണ്ട്. ആ സങ്കടം ആരും കാണാനില്ല. മേ ബി നിങ്ങൾ നൈറ്റ് ടൈമിൽ ആരും കാണാണ്ട് നിങ്ങൾ ഒത്തിരി കരയുന്നുണ്ട്, ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുകയാണ്, ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാവാം. ആ വേദന എന്ന് പറയുന്നത് ഈ അവഗണനയാണ് കൂടുതൽ പേർക്കും ആ ഒരു വേദനയായിട്ട് വരുന്നത്. അതായത് ഇത് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തെല്ലാം ഈ വ്യക്തി ഒരുപാട് നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടാവാം, കെയർ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളുടെ ഓരോരോ കാര്യങ്ങൾക്കും അവർ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ ആ ഒരു കണ്ടീഷനേ അല്ല. ആ വ്യക്തി നിങ്ങളെ ഒട്ടും കെയർ ചെയ്യുന്നില്ല. എന്ന് മാത്രമല്ല നിങ്ങളുടെ ഒരാക്ഷനും അവർ ഒരു റിപ്ലൈ പോലും തരുന്നുണ്ടാവില്ല. അത് നിങ്ങളെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട്. ഈ ഒരു വേദന നിങ്ങൾക്ക് ആരോടും പറയാൻ പോലും കഴിയാത്ത സാഹചര്യമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിരുന്നു എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും നല്ലൊരു രീതിയിൽ വീണ്ടും ഒരു റീസ്റ്റാർട്ട് ഉണ്ടായി എങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. വളരെ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു പോലുമുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ ഇത്രയധികം അവഗണിച്ചിട്ട് പോലും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇപ്പോഴും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഒത്തിരി നിങ്ങൾ സഫർ ചെയ്തത് പോരാതെ നിങ്ങൾ ഒരുപാട് നാളായി ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്ത് ചെയ്ത് നിങ്ങൾ മടുത്തു പോയതായിട്ടാണ് കാണുന്നത്. അത്രമാത്രം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ലൈഫിലുള്ള മറ്റ് സന്തോഷങ്ങളിൽ പോലും നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പോലും കഴിയാണ്ട് നിങ്ങൾ ഇരിക്കുകയാണ്. അത്രയധികം നിങ്ങൾ വിഷമിക്കുന്ന ഒരു സാഹചര്യമാണ്. ഓക്കെ. ആൻഡ് യെസ്, എല്ലാ കാർഡ്സും അത്രയധികം സങ്കടം നിറഞ്ഞ് നിൽക്കുന്ന അത്ര ഇമോഷണൽ ആയിട്ടുള്ള കാർഡ്സ് ആണ് വരുന്നത്. സാക്രിഫൈസ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇത്രയധികം നിങ്ങൾ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് എങ്കിൽ ഇനിയും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് തയ്യാറാണ്. ഓക്കെ, എന്ത് സഫർ ചെയ്തിട്ടായാലും എത്ര സാക്രിഫൈസ് ചെയ്തിട്ടായാലും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ. യെസ്, നിങ്ങൾക്ക് തന്നെ മനസ്സിന് ഒരുപാട് സമ്മർദ്ദം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, ഏത് റൈറ്റ് ആണോ, ഈ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയുമോ, ചെയ്യുന്ന കാര്യങ്ങൾക്ക് എനിക്കൊരു ഫലം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ പേഴ്സണായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള പേഴ്സണായിട്ട് വരുമോ, ഇങ്ങനെ അത്രയധികം ചിന്തകൾ കൊണ്ട് നിങ്ങൾ മനസ്സിനെ വളരെയധികം ഭാരം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, എന്താണ് ചൂസ് ചെയ്യേണ്ടത്, എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത്, ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓവർ തിങ്കിങ് ആണ്. രാത്രിയിൽ നിങ്ങൾക്ക് ഉറക്കം പോലും ഉണ്ടാവില്ല. അത്രമാത്രം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
ഓക്കെ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒത്തിരി നിങ്ങൾ എക്സ്പെക്റ്റേഷൻസ് നിങ്ങളുടെ മനസ്സിലുണ്ട്. ഈ വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രകാശം ഉണ്ടാക്കിയത്. നിങ്ങളുടെ ലൈഫിനൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ ഈ വ്യക്തി ആയിരിക്കാം. പക്ഷേ സാഹചര്യവശാൽ ഇത് പലർക്കും ഈ വ്യക്തിയെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയായിട്ട് കാണുന്നില്ല. നിങ്ങളെ ഒരുപാട് തരത്തിൽ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ആ ഒരു സഫറിങ്സ് ഇതില് ഈ കാർഡ്സിൽ മൊത്തം നിങ്ങളുടെ ആ ഒരു വേദനയാണ് കാണുന്നത്. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നത് ഈ എന്താണ് നിങ്ങൾ വളരെ ബുദ്ധിപൂർവമായിട്ട് നിങ്ങളുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ ഈ വ്യക്തിയെ സെലക്ട് ചെയ്യുക. ഓക്കെ. അവഗണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രമാത്രം വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്നൊരു മണ്ടത്തരമായിരിക്കാം. ഓക്കെ. അപ്പോൾ ചില ചില വ്യക്തികളുടെ കാര്യമാണ് പറഞ്ഞത്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ബ്ലാക്ക് മാജിക് എഫക്റ്റ് പോലുള്ള സിറ്റുവേഷൻ എല്ലാം ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. ഓക്കെ. മേ ബി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ അറിയാത്തതായിരിക്കാം. ഈ വ്യക്തി ചിലപ്പോൾ വളരെ കാലമായിട്ട് നിങ്ങളെ അവഗണിക്കുന്നുണ്ടാവാം. നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളെ ഒരു കാരണവുമില്ലാതെ ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ. നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന നിലയ്ക്ക് നിങ്ങൾ വളരെയധികം ആലോചിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഡിസിഷൻ എടുക്കുക. പ്രോപ്പർ ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ജെന്യുവിൻ ആയിട്ടുള്ള വ്യക്തിയാണ്, സ്നേഹമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും മാത്രം നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് വിശ്വസിക്കുക. നിങ്ങൾ ഇൻറ്റ്യൂഷണലി എന്താണ് എന്ന് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ മനസ്സ് പറയുന്നത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് പറയുന്നത് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഒരുപാട് മെഡിറ്റേഷൻ, ഹീലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമാണ്. നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുക. ഓക്കെ. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ആൻസേഴ്സ് യൂണിവേഴ്സിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷണലി ഉണ്ടാവും. അതനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ. നിങ്ങൾ ഇപ്പോൾ ആ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ്. അതായത് പാസ്റ്റിലെ മെമ്മറീസിൽ നിങ്ങളിങ്ങനെ ക്ലിങ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യത്തിനും ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ഒരുപാട് സൈലന്റ് ആയിട്ട് സഫർ ചെയ്യുന്ന ആ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ്. ആ ഒരു മെമ്മറീസിൽ നിങ്ങൾ വേദനിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് എല്ലാം ചേഞ്ച് ആയിപ്പോയി. പാസ്റ്റിൽ ഒരുപാട് നിങ്ങൾ സന്തോഷിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷവും കിട്ടുന്നില്ല. ഈ വ്യക്തിയാണ് നിങ്ങളുടെ സന്തോഷം. ഈ വ്യക്തി ലൈഫിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയത്. അങ്ങനെയുള്ള ചിന്തകൾ ഒരുപാട് നിങ്ങളെ സമ്മർദ്ദത്തിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് കടക്കുക. റീച്ചിങ് കൺക്ലൂഷൻസ്. നിങ്ങളുടെ ലൈഫിലുള്ള ആ ഒരു കാർമിക് സിറ്റുവേഷൻ മേ ബി അതൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡ് ആവുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ.